കേരളത്തിൽ അതികഠിനമായ ചൂടാണ്. 40 ഡിഗ്രിയിലേക്ക് പോകുന്നു. പക്ഷേ 40 ഡിഗ്രി ചൂട് പോകുമ്പോൾ 40 ഡിഗ്രിയിലേക്കാണ്. 38, 40 പാലക്കാടും പുനലൂരുമൊക്കെയാണ് 40 പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ 38, 37, 38, 40-നകത്താണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ഹ്യൂമിഡിറ്റിയുടെ ഉള്ളത് കൊണ്ട് വീണ്ടും 2-3 ഡിഗ്രിയുടെ കൂടെ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടും. പക്ഷേ അതുകൊണ്ട് വളരെ വ്യാപകമായ രീതിയിലാണ് ഉരകങ്ങൾ, അതായത് ഇഴജന്തുക്കൾ പുറത്ത് വരുന്നു. ദിവസവും 2, 4, 5 പേരെയാണ് പാമ്പ് കടിക്കുന്നത്. ചിലർ മരിക്കുന്നു, ചിലർ രക്ഷപ്പെടുന്നു, ചിലർക്ക് ആൻറ്റിവെനം കിട്ടുന്നു. അപ്പോൾ അതൊരു വലിയ വിഷയമാണ് കേരളത്തിൽ. വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആളുകൾ പേടിച്ചാണ് കിടക്കുന്നത്. പാമ്പിനെ പേടിച്ചാണ് ആളുകൾ വീട്ടിൽ ജീവിക്കുന്നത്. അത് ഗവൺമെൻറ്റിനും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം മുഴുവൻ സ്ഥലവും ശുചിയാക്കിയൊന്നും പറ്റില്ല. നമ്മൾ കാടുമൊക്കെ ഉള്ള അല്ലെങ്കിൽ മരങ്ങളുമൊക്കെ വച്ചിരിക്കുന്ന ഒരു ജീവിത സാഹചര്യമാണ് മനുഷ്യർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രയാസപ്പെട്ട കാര്യമാണ്. എന്നാൽ രണ്ടാമത് തമിഴ്നാട്ടിൽ ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത, ചൂട് അതികഠിനമായി ചൂട് കൂടിയതിൻ്റെ ഭാഗമായി ഭാര്യ AC വാങ്ങണമെന്ന് പറഞ്ഞ് ഭർത്താവ് കേട്ടില്ല, ഭാര്യ കയറി ആത്മഹത്യ ചെയ്തു. നോക്കൂ, ഒരു ജീവൻ തന്നെ പോയി. ചൂട് കൊണ്ടുവന്ന് ഉഷ്ണം കൊണ്ട്, തമിഴ്നാട്ടിൽ നല്ല ചൂടാണിപ്പോൾ, ചൂട് കൊണ്ടുവന്നിട്ട് ഒരു ജീവൻ തന്നെ പോയി. കേരളത്തിൽ അങ്ങനെ ആരും ആത്മഹത്യ ചെയ്തില്ല. ഇത് കേട്ടിനി ആരും വീഡിയോ കണ്ടിട്ട് ആരും കയറി, സ്ത്രീകളൊന്നും കയറി ആത്മഹത്യ ചെയ്ത് കളയരുത്. ഭർത്താവിൻ്റെ പൈസ കൊണ്ടേ വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ ലോണൊക്കെ എടുത്ത് മേടിക്കണം. വളരെ വലിയ തോതിലാണ് കേരളത്തിൽ ചൂട് വരുന്നത്. ഇതിനിടയിൽ ഇടമഴകൾ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് സംരക്ഷിക്കാം. ചെറിയ വരുന്ന മഴയെ കിണർ റീചാർജ് ചെയ്തും മഴവെള്ളം സംഭരണിയിൽ കയറ്റിയും അല്ലാതെ നമ്മുടെ പറമ്പിലൊക്കെ വിട്ടുമൊക്കെ നമുക്ക് സംരക്ഷിക്കാം. പക്ഷേ എന്നാലും വളരെ വലിയ ചൂടാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കറണ്ട് കട്ട് വ്യാപകമായി വരുന്നുണ്ട്. പവർ കട്ട് വരുന്നു, ലോഡ് ഷെഡിങ് വരുന്നു, അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് വരുന്നു, മുൻകൂട്ടി അറിയിക്കാതെ കറണ്ട് കട്ടാവുന്നു, ഡ്രിപ്പാവുന്നു. കൃഷ്ണൻകുട്ടി മിനിസ്റ്ററൊക്കെ പറയുന്നത് ഓവറായിട്ട് ഉപയോഗിക്കുമ്പോൾ ഡ്രിപ്പാവുന്നതാണ്. 220 ട്രാൻസ്ഫോമർ, 28 ട്രാൻസ്ഫോമറാണ്. ചൂട് കൂടുതലായതുകൊണ്ട്, അതായത് ഉപഭോഗം കൂടിയതുകൊണ്ട്, ചൂട് കൂടുമ്പോൾ ഉപഭോഗം കൂടും. അമിതമായി കറണ്ട് ഒരേ സമയം ഒരുപാട് ആളുകൾ എടുത്തത് കൊണ്ട് 228 ട്രാൻസ്ഫോമറുകളാണ് ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് കേരളത്തിൽ അടിച്ചു പോയത്, കത്തിപ്പോയത്. അപ്പോൾ വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. മഴയല്ലാതെ മറ്റൊരു മാർഗമില്ല. കിട്ടുന്ന മഴയെ സംരക്ഷിക്കണം. വെള്ളത്തെ നന്നായി സംരക്ഷിച്ചു കൊണ്ടുപോകണം. വീട്ടിനകത്തിരിക്കാൻ പോലും കഴിയാത്ത നിലയിൽ വലിയ ചൂടിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയ് മാസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നാണ്, അല്ലെങ്കിൽ മെയ് മാസം ഒന്നായെങ്കിൽ, പകുതി ആയെങ്കിൽ മഴ വരുമായിരുന്നു, ശക്തമായ മഴ വരുമായിരുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോഴും വളരെ വലിയ പ്രതിസന്ധിയാണ് ചൂട് ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരുപാട് ആളുകൾ സൂര്യതാപമേറ്റ് മരിക്കുന്നു, സൂര്യാഘാതമേറ്റ് മരിക്കുന്നു, അതുപോലെ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നു, വളരെക്കാൾ പ്രധാനം പാമ്പ് കടിച്ച് മരിക്കുന്നു. പിന്നെ വലിയ തോതിലാണ് കൃത്യമായി നമുക്ക് എന്തിനെ സംരക്ഷിക്കാൻ കഴിയാത്തത്. ഈ ചൂടിനെ വീടുകളുടെയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ താപനിലയൊന്നും നിയന്ത്രിക്കാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് മാറ്റിയെടുക്കണം. അതുകൊണ്ട് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ, മഴവെള്ള സംഭരണ പ്രവർത്തനങ്ങൾ, ഭൂജല പരിപോഷണ പ്രവർത്തനങ്ങൾ, കാലാവസ്ഥയെ വല്ലാതെ പ്രതിരോധിക്കുന്ന, കാലാവസ്ഥയെ വല്ലാതെ ഉലയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പരമാവധി മാറി നിൽക്കണം. നമുക്ക് ഹരിത വീടുകളും ഹരിത റോഡുകളും, നമ്മുടെ നാഷണൽ ഹൈവേയുടെയൊക്കെ ഫലമായി എന്തുമാത്രം മരങ്ങളാണ് മുറിച്ചത്. പക്ഷേ അതിനൊന്നും പകരം വയ്ക്കാൻ ഒരു സംവിധാനമില്ല. അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ ചൂടിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. അടുത്ത് വരുന്ന മഴ, ഇനി ധാരാളമായി മഴ വരുന്നുണ്ട്, അതിനെയും നമുക്ക് കൈകാര്യം ചെയ്യണം. അങ്ങനെ മഴയെ കൈകാര്യം ചെയ്യുന്നതും വേനലിനെ പല രൂപത്തിൽ പ്രതിരോധിച്ചും ഇപ്പോഴത്തെ ഈ കഷ്ടകാലം, ഇത് കെട്ടകാലത്തെ നമുക്ക് കടത്തിവിടണം. എല്ലാവരും നന്നായി വിയർക്കുകയും കുഴഞ്ഞു വീഴുകയും പെട്ടെന്ന് നിർജ്ജലീകരണം നടക്കുകയും ഡീഹൈഡ്രേഷൻ നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട കാലമാണ്. മുതിർന്നവർ, മറ്റുള്ള ആളുകളൊക്കെ, പ്രായമായവർ, ഗർഭിണികൾ, അസുഖങ്ങളുള്ളവർ, BP, ഷുഗർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ 11 മണിക്കും 3 മണിക്കും മുമ്പ് ഇടയ്ക്ക് പുറത്തിറങ്ങാതിരിക്കുക. വാഹനങ്ങളൊക്കെ ഓടിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക. ഒരുപാട് കാര്യങ്ങൾ, എന്തെങ്കിലും ക്ഷീണം തോന്നിയാൽ റെസ്റ്റ് എടുക്കുക, തണലത്തേക്ക് മാറി നിൽക്കുക. ഒത്തിരി കാര്യങ്ങൾ സർക്കാരുമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ തണ്ണീർ പന്തലുകളൊക്കെ പല സംഘടനകളും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ചൂടിൻ്റെ ഫലമായി ആളുകൾ മരിക്കുന്നു. AC വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ ഫലമായി തമിഴ്നാട്ടിലൊരു വനിതയും കൂടി മരിച്ചപ്പോൾ പല രൂപത്തിൽ നേരിട്ടും അല്ലാതെയും ഈ ചൂടിൻ്റെ ദുരന്തങ്ങൾ കൂടുന്നു. മനുഷ്യജീവനുകൾ ഒന്നൊന്നായി എടുത്തുകൊണ്ടിരിക്കുന്നു. മുണ്ടത്തിക്കോട് തൃശ്ശൂർ നടന്ന പൂരത്തിൻ്റെ അപകടത്തിൽ, പൂരത്തിനുള്ള വെടിക്കെട്ടിൻ്റെ നിർമ്മാണശാലയിൽ നടന്ന അപകടത്തിൽ, ആ അപകടത്തിൻ്റെ ഗ്രാവിറ്റി കൂട്ടുന്നതിൽ, അപകട കാരണം എന്താണെന്ന് ഇനിയും കണ്ടുപിടിച്ചില്ല, അത് കണ്ടുപിടിക്കും. പക്ഷേ അപകടത്തിൻ്റെ ഗ്രാവിറ്റി കൂട്ടുന്നതിൽ, ഫയർ എഞ്ചിൻകാർക്ക് ഒരുപാട് സമയമെടുക്കേണ്ടി വന്നതിൽ, തീ വളരെ വ്യാപകമായി കത്തിയതിലൊക്കെ
ചൂടിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ചൂടെന്ന് പറയുന്നത് നമുക്ക് അതികഠിനമായ ചൂട് നമുക്ക് പറ്റുന്നതല്ല, അതികഠിനമായ മഴയും നമുക്ക് പറ്റുന്നതല്ല. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ ചൂടും മഴയും മാറി മാറി വരുന്നു. കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് നല്ല ചൂട്, അതുപോലെ തന്നെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് നല്ല മഴ. ഇതാണ് കേരളത്തിൻ്റെ പുതിയ കാലാവസ്ഥ. അതിനനുസരിച്ചുള്ള ജീവിതക്രമം നമുക്ക് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. സമസ്ത മേഖലകളിലും കുടിവെള്ളം, കൃഷി, വ്യവസായം, ആരോഗ്യം, പരിസ്ഥിതി എല്ലാ മേഖലകളിലും നമുക്ക് പുതിയ ഒരു കേരളത്തെ സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രതിസന്ധിക്കൊക്കെ പരിഹാരം നേടാൻ കഴിയുള്ളൂ. അത് കേരളത്തിൻ്റെ മാത്രം വിഷയമല്ല, രാജ്യത്തും നല്ല ചൂടിപ്പോൾ അനുഭവപ്പെടുകയാണ്. ഞാൻ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ഹരിത ഭാരതത്തിലൂടെ മാത്രമേ നമുക്ക് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ.